ക്ലാസ് PSC ടോക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന സെക്ഷനിലെ കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭിന്നസംഖ്യകൾ പാർട്ട് 2 ആണ്. നമ്മൾ ഇന്ന് കുറച്ച് വേറിട്ട ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭിന്നസംഖ്യകൾ എന്ന സെക്ഷനിലെ വേറിട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്രാക്ഷൻസ് എന്ന പോർഷനിലെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് ഫോർമുല നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇത് ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ മീൻസ് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. a/b + c/d ഈക്വൽസ് എങ്ങനെയാണ് ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് എഴുതി എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു AD + BC. ഇനി a/b - c/d ആണെങ്കിലോ ചിഹ്നം മാത്രം മാറുന്നു, ഫോർമുല സെയിം ആണ് അല്ലേ. AD - BC/BD. ഓക്കെ, അടുത്തത് 1/a + 1/b എങ്ങനെ വരും? AB ഡിനോമിനേറ്റർ നമ്മൾ AB എഴുതി എന്നിട്ട് b + a. b + a a + b ഒക്കെ ഒരുപോലെയാണ്, അതുകൊണ്ട് a + b/ab എന്ന് എഴുതി. പക്ഷെ 1/a - 1/b വരുമ്പോഴോ b - a a - b ഒരിക്കലും സെയിം അല്ല അല്ലേ. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ആൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? AB ന്യൂമറേറ്ററിനകത്ത് b × 1 - a × 1, അപ്പോൾ b - a. അപ്പോൾ ഇതാണ് 1/a + 1/b = a + b/ab. 1/a - 1/b = b - a/ab. അപ്പോൾ നമുക്ക് ഇവിടെ 1 + 1/x മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 + 1/x എങ്ങനെയാണ്? ഇത് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. എന്താണ് ഈ 1? ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ ആയിട്ട് കിടക്കുന്ന നമ്പർ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്താണ് 1 ആണ്. അപ്പോൾ 1 × x എന്നിട്ട് ന്യൂമറേറ്ററിലെ 1 × x പ്ലസ് ഇവിടത്തെ 1 × 1, അപ്പോൾ x + 1/x എന്ന് കിട്ടി. അപ്പോൾ 1 + 1/x എന്താണ്? x + 1/x. അപ്പോൾ നമുക്ക് x-ന് 2 കൊടുത്താലോ? 1 + 1/2 എന്ത് വരും? 2 + 1/2 എത്രയാണ്? 3/2 അല്ലേ. അടുത്തത് 1 + 1/3 ആണെങ്കിലോ ഇവിടെ 3 + 1 എത്രയാണ്? 4/3. ഡിനോമിനേറ്റർ അതുപോലെ തന്നെയാണ്. ന്യൂമറേറ്ററിൽ 1 കൂടും, ഇവിടുത്തെ കാട്ടി 1 കൂടും, അത്രയേ ഉള്ളൂ. 1 + 1/4 ആണെങ്കിലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാമല്ലോ. ഇങ്ങനെ ഇതുപോലെ ചെയ്തൊന്നും നോക്കണ്ടല്ലോ. 1 + 1/x ആണെങ്കിൽ x + 1/x. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 5/4. ഇനി തിരിച്ച് 1 - 1/x എന്ത് വരും? ഇവിടെ സെയിം ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ x - 1/x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1 - 1/2 ആണെങ്കിലോ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ 1 കുറഞ്ഞിരിക്കും അല്ലേ. അല്ലെങ്കിൽ 1ൽ നിന്ന് അര കുറച്ച് ആരെയാണ് നമുക്കറിയാം അല്ലേ. ഇനി 1 - 1/3 എന്ത് വരും? 2/3. 1 - 1/4 ആണെങ്കിലോ 3/4. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്തുവാ? പ്ലസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ന്യൂമറേറ്റർ 1 കൂടിയിരിക്കും, മൈനസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ന്യൂമറേറ്റർ 1 കുറഞ്ഞിരിക്കും. 1 - 1 + 1/x 1 + 1/x ഈ ഫോമിൽ വരുമ്പോൾ ഉള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇത് എന്തിനാണ് ഇത് പഠിച്ചത്? നിങ്ങൾ അടുത്ത പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 - 1/2 × 1 - 1/3 × 1 - 1/4. ഈ ബ്രാക്കറ്റ്സ് ഇട്ടിരിക്കുന്നത് എന്തുവാ അർത്ഥമാക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ 1 - 1/2 × 1 - 1/3 × 1 - 1/4 ഈക്വൽസ് ഡാഷ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു? 1 - 1/x എന്താണ്? x - 1/x ആണ് അല്ലേ. അപ്പോൾ 1 - 1/2 1/2 × 1 - 1/3 എന്താണ്? 2/3. x - 1/x ആണ്, അപ്പോൾ 2/3 × 1 - 1/4 എന്തായിരുന്നു? 4 അതുപോലെ എഴുതി, ന്യൂമറേറ്ററിൽ 1 കുറഞ്ഞു, 3/4. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് അവശേഷിക്കുന്നത്? ന്യൂമറേറ്ററിൽ ഒരു 1ഉം ഡിനോമിനേറ്ററിൽ ഒരു 4ഉം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/4. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 1 - 1/2 × 1 - 1/3 × 1 - 1/4 etc. × 1 - 1/10. അപ്പൊ ഈ എക്സെട്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ബാക്കിയും കൂടെ ഉണ്ടെന്നാണ് അല്ലേ. 1 - 1/4 കഴിഞ്ഞ് എന്താ? 1 - 1/5 × 1 - 1/6 × 1 - 1/7 അങ്ങനെ പോയി 1 - 1/10 വരെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എങ്ങനെയാണ്? 1 - 1/2 എത്രയാണ്? 1/2 × 1 - 1/3 2/3 × 1 - 1/4 3/4. അങ്ങനെ പോയി അവസാനം എത്രയാണ്? 1 - 1/10 എത്രയാണ്? 9/10. ഇനി നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പേഴ്സ് കട്ട് ചെയ്ത് കളയാം.
അങ്ങനെ വരുമ്പോൾ ഇവിടെ അടുത്ത നമ്പർ എന്തായിരിക്കും? നമ്മൾ എഴുതാനൊന്നും നിൽക്കണ്ട, നമുക്കറിയാം അല്ലേ? അടുത്തത് 1 - 1/5 എന്തായിരിക്കും? 4/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4 4 കട്ടാവും. അതുപോലെ അടുത്ത ടേം വരുമ്പോൾ ഈ 5 കട്ടാവും. അങ്ങനെ അങ്ങനെ അവസാനം 9 കട്ടാവും. അപ്പൊ നമ്മുടെ അവശേഷിക്കുന്നത് ഏതൊക്കെയാണ്? 1ഉം 10ഉം. അപ്പൊ എത്രയാണ്? 1/10. അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. ഇനി ഞാൻ ഷോർട്ട് കട്ട് പറയാം. ആധികാരികമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഷോർട്ട് കട്ട് പറയാം. ഇവിടെ 1 - 1/4 ആണ് ലാസ്റ്റ് ടേം അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയത്? 1/4. ഇവിടെ എന്താണ് ലാസ്റ്റ് ടേം വന്നിട്ട്? 1/10 ആണല്ലേ ലാസ്റ്റ് ടേമിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആൻസർ എത്ര കിട്ടി? 1/10 കിട്ടി. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം? ലാസ്റ്റ് ടേമിൽ 1 - 1/x, ലാസ്റ്റ് ടേമിലെ അത് നോക്കണം. അതിലെ 1/x ആണ് നമ്മുടെ ആൻസർ. എന്താണ് ഇവിടെ ലാസ്റ്റ് ടൈമിൽ അവശേഷിച്ചത്? 1 - 1/4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 1/4 ആയിട്ട് കിട്ടി. ഇവിടെ ആണെങ്കിൽ 1 - 1/10, അതിനകത്ത് 1/10 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്ത് വന്നാലും അവസാനം വരുന്ന ആ ഒരു 1/that നമ്പർ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ പിന്നെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ കണ്ട ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് തന്നെ ചെയ്യും? 1/10 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ 1/10. ഇവിടെ ആണെങ്കിൽ 1/4 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 1/4. പിന്നെ എന്താണ് ക്വസ്റ്റ്യന്റെ മോഡും കൂടെ നോക്കണം. 1 - 1/2 × 1 - 1/3 അങ്ങനെ അങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് അവസാനം വരുന്ന ടേം 1/ ഏത് നമ്പറാണോ ആ നമ്പർ ആൻസർ ആയിട്ട് എഴുതും. ഓക്കെ, ഈ ഒരു മോഡ് ക്വസ്റ്റ്യന്റെ ഒരു ഷോർട്ട് കട്ടാണ് ഇപ്പൊ പറഞ്ഞത്, ഈ മോഡൽ ക്വസ്റ്റ്യന്റെ. ഇനി അടുത്ത മോഡൽ നമുക്ക് നോക്കാം. 1 + 1/2 × 1 + 1/3 etc. അവസാനം എത്രയാണ്? 1 + 1/98 × 1 + 1/99. അപ്പോൾ 1 + 1/99 വരെയാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ 1/99 ആൻസർ ആയിട്ട് എഴുതിയേനെ അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ 1 + 1/x എന്താണ്? x + 1/x ആണ് അല്ലേ? അപ്പൊ 1 + 1/2 3/2 × 1 + 1/3 4/3 × 1 + 1/4 5/4 etc. × 98. 1 + 1/98 ആണ്. അപ്പോൾ എത്രയാണ്? 99/98 × 100/99. ഇനി നമുക്ക് സെയിം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ കട്ട് ചെയ്ത് കളയാം. 3 3 കട്ട് ചെയ്തു, 4 4 കട്ട് ചെയ്തു. ഇവിടെ ഒരു ടേം ഉണ്ടായിരുന്നെങ്കിൽ 5 കട്ടായി. അതായത് ഇതാണ് 6/5. അത് നമ്മൾ എഴുതിയില്ല, അവിടെ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. എല്ലാ ടേംസും നമുക്ക് 99 വരെ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഓർക്കണം അതും കട്ടാവും. ഇനി ഏതാണ് ഈ 98ഉം ഇപ്പത്തെ തൊട്ട് മുന്നത്തെ ടേമുമായിട്ട് 98ഉം കട്ടാകും. എഗെയിൻ ഈ 99ഉം കട്ടായി. അവശേഷിക്കുന്നത് 100ഉം പിന്നെ ഏതാണ് 2ഉം. ഫസ്റ്റ് ടേമിലെ ഡിനോമിനേറ്റർ ആയ 2ഉം പിന്നെ ലാസ്റ്റ് ടേമിലെ ന്യൂമറേറ്റർ ആയ 100ഉം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആ ന്യൂമറേറ്റർ പിന്നെ ഡിനോമിനേറ്റർ. 100/2 എന്താണ്? 100ന്റെ പകുതി അല്ലേ? 50. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. 1 + 1/x ആ ഒരു ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. x + 1/x പ്ലസ് ആണെങ്കിൽ മുകളിൽ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ഒന്ന് കൂടിയിരിക്കും. 3/2 × 4/3 × 5/4. അപ്പൊ എല്ലാ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലെയും ലൈക്ക് ടേംസ് ഒക്കെ സെയിം ആയിട്ടുള്ള ടേംസ് ഒക്കെ കട്ടായി പോയി. അവശേഷിച്ചത് എത്രയാണ്? ഫസ്റ്റ് ടേമിലെ ഡിനോമിനേറ്ററും ലാസ്റ്റ് ടേമിലെ ന്യൂമറേറ്ററും. ഓക്കെ, അപ്പൊ എത്ര? നമുക്ക് 50 ആൻസർ കിട്ടി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? 1/3 + 1/5. 1/a + 1/b എന്താണ്? a + b/ab. അങ്ങനെ വരുമ്പോൾ 3 + 5 8/ab എന്ന് പറയുമ്പോൾ 15. 3 × 5. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ കിട്ടി. ഇനി ഡിനോമിനേറ്റർ 1/a - 1/b എന്താണ്? b - a/ab. അപ്പോൾ 5 - 3 ആണ് ന്യൂമറേറ്റർ. 2/ab എത്രയാണ്? 15. ഇനി ഫ്രാക്ഷന്റെ ഡിവിഷൻ എങ്ങനെയാണ്? നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? റെസിപ്രോക്കൽ എടുക്കും അല്ലേ? ഇവിടെ ഇപ്പൊ എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? 8/15 / 2/15. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു റെസിപ്രോക്കൽ. ഇനി എന്താണ്? സിമ്പിൾ അല്ലേ? സെയിം ടേംസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ടായി.
8ഉം 2ഉം കട്ടായി, ഇവിടെ 4 വന്നു. അപ്പൊ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ്, നമ്മുടെ ആൻസർ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 20 minus 8 and 3/5 minus 9 and 4/5 equals dash. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊരു LGS ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കൂടെ ഒരു പൂർണ്ണസംഖ്യ ഉണ്ട്, ഒരു കൗണ്ടിങ് നമ്പറും 20യും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഈ പൂർണ്ണസംഖ്യകളൊക്കെ ആദ്യം ഒന്ന് പ്ലസ് ചെയ്തേനെ അല്ലേ. 20 + 8 + 9 അത് അവിടെ വെച്ചിട്ട് പിന്നെ ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തേനെ. കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പോയി നോക്കിയാൽ മതി. 3/5 + 4/5 അതും കൂടി നമ്മൾ ചെയ്തേനെ. ഇവിടെ പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഈ മിശ്ര ഭിന്നത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡീഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പൂർണ്ണസംഖ്യകൾ മാത്രം ഒരു പാർട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ ഫ്രാക്ഷൻസ് ഒരു പാർട്ട് ആഡ് ചെയ്യുന്നു. അത് അഡീഷനിൽ മാത്രമാണ്. വ്യവകലനം അതായത് സബ്ട്രാക്ഷൻ, ഗുണനം, ഹരണം, ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വിഷമഭിന്നം അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ഓപ്പറേഷൻസ് ചെയ്യാവൂ. ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴാണ്, ഗുണനം, ഹരണം, പിന്നെ വ്യവകലനം, സബ്ട്രാക്ഷൻ ഇത്രയും ചെയ്യുമ്പോൾ. അഡീഷൻ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പൂർണ്ണസംഖ്യകൾ ആഡ് ചെയ്തു ഒരു പാർട്ടായിട്ട് ചെയ്യാം, പിന്നെ അടുത്ത പാർട്ടിൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തു, എന്നിട്ട് എഗെയിൻ രണ്ടും കൂടെ ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ വിഷമഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് 20 മൈനസ് അതുപോലെ എഴുതി. 8 and 3/5 എങ്ങനെയാണ് വിഷമഭിന്നത്തിലേക്ക് മാറ്റുന്നത്? 8 × 5 40 + 3 43/5 മൈനസ് 9 × 5 45 45 + 4 49/5. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? 20 മൈനസ് ഇത് രണ്ടും സെയിം അല്ലേ, സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സ് മാത്രം ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ മതിയല്ലോ. ഇവിടെ ഇപ്പോൾ സബ്ട്രാക്ഷൻ ആണ്, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. ഇനി എന്താണ് 43 - 49? 43യുടെ ചിഹ്നവും മൈനസ് ആണ്, 49ന്റെ ചിഹ്നവും മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ അല്ല, ഏതാണ് റൂൾ എന്താണ്, മൈനസും മൈനസും തമ്മിൽ സബ്ട്രാക്ട് -a - b വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, a + b ചെയ്തിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് നമ്പേഴ്സിന്റെയും ചിഹ്നം മൈനസ് ആയാൽ നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂൾസ് ഒക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ നെഗറ്റീവ് ചിഹ്നം ഓൾറെഡി ഇട്ടു, ഇനി ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാകും. 43 + 49 എത്രയാണ്? 3 + 9 12, പിന്നെ എത്രയാണ് 92. 20 - 92/5 ഇവിടെ എത്രയാണ്? 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ 1 × 5 5, 20 × 5 എത്രയാണ്? 100 മൈനസ് 92 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8/5. 8/5 ഓപ്ഷനിലുണ്ടോ? ഇല്ല. മിശ്ര ഭിന്നമാക്കണം 8/5നെ. എങ്ങനെയാണ്? ഒരു പ്രാവശ്യം 5 3. ഇനി എങ്ങനെയാണ്? എളുപ്പമല്ലേ. മിശ്രഭിന്നമാക്കുമ്പോൾ കോഷ്യന്റിനെ എടുത്ത് നമ്മൾ പൂർണ്ണസംഖ്യയാക്കി എഴുതി, ഡിനോമിനേറ്ററിലെ ശിഷ്ടം റിമൈൻഡറിനെ എടുത്ത് ന്യൂമറേറ്ററിൽ കൊടുത്തു, എന്നിട്ട് നമ്മുടെ പഴയ ഡിനോമിനേറ്റർ 1 and 3/5 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്, 1 and 3/5 ആണ് ഉത്തരം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? മിശ്രഭിന്നത്തെ വിഷമഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് സാധാരണ ഓപ്പറേഷൻ ആണ് മൈനസ് ചെയ്തു. ഇവിടെ -43 - 49. മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുന്നത്. -92 എങ്ങനെയാണ് കിട്ടിയത്? 43 49 ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്പറേഷൻ ഇനി മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ ഇതിലെ റൂൾ അനുസരിച്ച് 1 × 5 എന്നിട്ട് 20 × 5 100, 1 × 92 92. അപ്പൊ നമുക്ക് 8/5 എന്ന് കിട്ടി. എന്നിട്ട് എന്താണ് 8/5 ഓപ്ഷനിൽ ഇല്ല, അപ്പോൾ എന്താണ് മിശ്രഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 1 and 3/5 എന്ന ആൻസർ കിട്ടി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ക്രിയ ചെയ്ത് ഉത്തരം കാണുക. വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എന്താണ് 7 and 1/2 × 3 and 1/4 മൈനസ് 7 and 1/2 × 2 and 1/4. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാനാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലും ഡിവൈഡ് ചെയ്യാനാണെങ്കിലും വിഷമഭിന്നമാക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടുടനെ അത് ചെയ്യാൻ നിൽക്കണ്ട.
നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇവിടെ ഇപ്പൊ 7 and 1/2 ഈ രണ്ട് ടേംസിലും ഉണ്ട് അല്ലെ. മൈനസിന്റെ അപ്പുറവും ഇപ്പുറവും 7 and 1/2 ഇല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഇന്ന് പുറത്തെടുത്തൂടെ? 7 and 1/2 നമ്മൾ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് 3 and 1/4 മൈനസ് 2 and 1/4. ഇത് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഞാൻ ഇച്ചിരി കൂടെ നന്നായിട്ട് പറഞ്ഞുതരാം. AB മൈനസ് AC അല്ലെങ്കിൽ AB പ്ലസ് AC എന്താണ്? രണ്ട് മൈനസിന്റെ അപ്പുറം ഇപ്പുറം രണ്ട് ടേംസിനും A കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? A ഇൻറ്റു B മൈനസ് C. ഇവിടെ പ്ലസ് ആണെങ്കിലോ ഇവിടെയും പ്ലസ് ആയേനെ. A ഇൻറ്റു B പ്ലസ് C ആയേനെ. ആ ഒരു ചെറിയ റൂളാണ്. ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് 7 കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് 3 and 1/4 മൈനസ് 2 and 1/4. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ 1/4 എന്ന് വെച്ചാൽ കാലല്ലേ. ഇതൊന്നും എന്താ സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. വിഷമഭിന്നത്തിലോട്ടാക്കി എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. 3 and 1/4 എന്താണ്? 3/4. 2 and 1/4 എന്താണ്? 2/4. 3/4 നിന്ന് 2/4 കുറച്ചാൽ 1 അല്ലേ. 7 and 1/2 ഇൻറ്റു 1 എത്രയാണ്? 7 and 1/2 തന്നെയാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് അല്ലേ. 7 and 1/2. മനസ്സിലായല്ലോ? ഒന്നുമില്ല. 7 and 1/2 ഇങ്ങോട്ട് പുറത്തെടുത്തു. എന്നിട്ട് 3/4 മൈനസ് 2/4 1. പിന്നെ എന്താണ്? 7 and 1/2 ഇൻറ്റു 1 7 and 1/2. 7.5 തന്നെ ഉത്തരം കിട്ടി. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 60ന്റെ 2/3 എത്ര? അപ്പൊ ഈ ഇന്റെ എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് അല്ലേ. നമ്മുടെ ബോർഡ് മാസിൽ BO എന്താണ്? ഓഫും പിന്നെ ബ്രാക്കറ്റും ഇതൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ 60ന്റെ 2/3 അതായത് 60 ഇൻറ്റു 2/3 സിമ്പിൾ അല്ലേ. 60 ഇൻറ്റു 2/3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി അടുത്തതും ഒരു ഇൻഡെ ചേർന്നത് വന്നിരിക്കുന്നത്. ഇൻഡെ എന്ന് കണ്ടാൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ. 1/2ന്റെ 1/3 ഭാഗം എത്ര? അപ്പൊ 1/2 ഇൻറ്റു 1/3 എത്രയാണ്? 1/6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 81/27 ഇൻറ്റു 144/44. ഇതിന്റെ ലഘു രൂപം സിംപ്ലസ്റ്റ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സമാന ഫ്രാക്ഷൻസിൽ നമ്മൾ പഠിച്ചായിരുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഘു രൂപം കിട്ടും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 81ഉം 27ഉം 3യിൽ പോകും അല്ലേ. 3യിലല്ല 9ൽ തന്നെ പോകും. 9 ഇൻറ്റു 9 ആണ് 81. 9 ഇൻറ്റു 3 ആണ് 27. ഇനി അടുത്തത് ഇവിടെ എങ്ങനെയാണ്? 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 72 മുകളിൽ വരും. ഇവിടെ ആണെങ്കിൽ 22. എഗെയിൻ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ 11 വരും. ഇവിടെ ആണെങ്കിൽ 36 വരും. ഇനി ഈ രണ്ട് ടേംസിനകത്ത് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? 3 9 കട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ബാക്കി 3 വരും. 3 ഇൻറ്റു 3 ആണ് 9. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 3 ഇൻറ്റു 6/11. 3 ഇൻറ്റു 6 അല്ല, 3 ഇൻറ്റു 36/11 അല്ലേ. അപ്പോൾ എത്രയാണ്? 3 ഇൻറ്റു 36 108 ആണ്. 108/11 ആണ് ഈ ഫ്രാക്ഷന്റെ പൂർണ്ണ രൂപം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ട് തന്നെ ചെയ്തു. സോറി, എടുത്തെഴുതി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് സ്ഥലമില്ല. അതാണ് ഞാൻ ക്വസ്റ്റ്യന്റെ പുറത്തൂടെ ഇട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറും. അപ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഈക്വൽ ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ജസ്റ്റ് എല്ലാം കൂടെ അത് കട്ട് ചെയ്തു അല്ലേ. 81/27 എത്രയാണ്? നമ്മൾ ആദ്യം 9 വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു. അവസാനം നമുക്ക് 108/11 എന്ന് കിട്ടി. അതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ് അല്ലേ. 1/2നെ 1/2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഫലത്തെ 1/4 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഫലം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതുപോലെ ചെയ്യുന്നു. 1/2നെ 1/2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്കൊരു ഫലം കിട്ടും. ആ ഫലത്തെ എന്തു ചെയ്യുന്നു? 1/4 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 1/2 ഇൻറ്റു 1/2 എത്രയാണ്? 1/4 ഡിവൈഡഡ് ബൈ 1/4 എത്രയാണ്? 1 ആണ് ഉത്തരം. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 അല്ലേ ഉത്തരം. അപ്പൊ 1/4 ഡിവൈഡഡ് ബൈ 1/4 എന്നാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അത് എത്രയാണ്?
1 അപ്പോൾ ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസും 10th ലെവൽ എക്സാംസിൽ ചോദിക്കുന്നതാണ്. ഇതിപ്പോൾ വന്നിട്ട് LGS 2002 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്തതെല്ലാം LGS, LDC ഇതുപോലുള്ള 10th ലെവൽ മുന്നേ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രാക്ഷന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഫ്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് ആ ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ഈ ഭിന്നസംഖ്യയിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. അടുത്ത ഫ്രാക്ഷന്റെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.